നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനാംകുറിശ്ശിയിൽ റോഡ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണവും വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണവും ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യം. സമരം വാടാനാംകുറിശ്ശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം നിർമ്മാണം സ്തംഭനാവസ്ഥയിൽ. പ്രതിഷേധ ജ്വാലയുമായി ജനകീയ സമിതി. പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് 4 വർഷം മുമ്പ്. പ്രവൃത്തി ഇന്നും പാതി വഴിയിൽ. റേഷൻ വിതരണത്തിലെ സ്തംഭനാവസ്ഥയെ ആരോപിച്ച് SDPI പ്രതിഷേധം. ഷൊർണൂരിൽ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ പ്രകടനവും പ്രതിഷേധ യോഗവും. എല്ലാ മേഖലയിലും സാധാരണ ജനങ്ങളെ വലയ്ക്കുന്ന സർക്കാർ റേഷൻ വിതരണം പോലും അവതാളത്തിലാക്കിയെന്ന് നേതാക്കൾ. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന് കൊടിയേറി. വിസ്തൃതമായ തട്ടകത്തിൽ കണതൊട്ട് മുള വരെ നീളുന്ന പൂരക്കാലത്തിന് തുടക്കം. രാവിന്റെ 3ാം യാമത്തിൽ നടന്ന കൊടിയേറ്റ ചടങ്ങിന് സാക്ഷിയായത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ. വാർത്തകൾ വിശദമായി. വാടാനാംകുറിശ്ശിയിൽ റോഡ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. പട്ടാമ്പി നീള ആശുപത്രി കുളപ്പള്ളി IPT റോഡ് നവീകരണവും വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണവും ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. നിർമ്മാണ പ്രവൃത്തി അനന്തമായി വൈകുന്നതുമൂലം യാത്രക്കാർ വട്ടം തിരിയുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്. പട്ടാമ്പി നീള ആശുപത്രി കുളപ്പള്ളി IPT റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക, വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഗേറ്റ് പരിസരത്ത് റോഡ് ഉപരോധിച്ചത്. വാടാനാംകുറിശ്ശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. KPCC നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു സംസ്ഥാന പാതയാണ്. ദിനേരി എന്നോണം ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു പാതയാണ്. നിരവധി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഈ പാത കഴിഞ്ഞ 2 വർഷക്കാലം വലിയ പ്രയാസകരമായിട്ടുള്ള യാത്രാക്ലേശം നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. ഇവിടെ നമുക്കറിയാൻ സൂചിപ്പിച്ചല്ലോ, ശ്രീമതി ഉമ്മൻചാണ്ടി സാറിനെ ഞാനും നിങ്ങളും ഓർക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രി ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ കേവലം 100 ദിവസങ്ങൾക്കുള്ളിൽ ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള 100 പാലങ്ങൾ പണിത ജനകീയ മുഖ്യമന്ത്രിയുടെ കാലത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, P രൂപേഷ്, യൂസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥയ്ക്കെതിരെ ജനകീയ സമിതിയുടെ പ്രതിഷേധ ജ്വാല. 2021 ജനുവരിയിലായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം. കല്ലേക്കുളങ്ങര ആർച്ചിനു സമീപം പണി തീരാത്ത പാലത്തിനു മുന്നിൽ മെഴുകുതിരി കത്തിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. മേൽപ്പാല നിർമ്മാണത്തിൽ അനാസ്ഥയാരോപിച്ചാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചത്. കല്ലേക്കുളങ്ങര ആർച്ചിനു സമീപം പണിതീരാത്ത പാലത്തിനു മുന്നിൽ നാട്ടുകാർ മെഴുകുതിരി തെളിയിച്ചു. അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം ജനകീയ സമിതി രക്ഷാധികാരി K ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. മുരളി അമ്പാട്ട് പ്രതിഷേധ സന്ദേശം വായിച്ചു. 2017 ഒക്ടോബർ 9 പാലത്തിന്റെ ശിലാസ്ഥാപനം. 2021 ജനുവരി 23 നിർമ്മാണോദ്ഘാടനം നടന്നു. തറക്കല്ലിട്ട് 7 വർഷവും നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് 4 വർഷവും പിന്നിടുമ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ എങ്ങും എത്തിയിട്ടില്ല. നിർമ്മാണം ഇപ്പോൾ പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിലാണെന്ന് ജനകീയ സമരസമിതി ചൂണ്ടിക്കാട്ടി. അവഗണന തുടർന്നാൽ കടുത്ത സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് സമിതി ഭാരവാഹികളായ ചെയർമാൻ T മുരളീധരൻ, ട്രഷറർ ബിനു രാധാകൃഷ്ണൻ എന്നിവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റേഷൻ കടകളുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലെന്ന് SDPI. സർക്കാർ അനാസ്ഥയാരോപിച്ച് ഷൊർണൂരിൽ SDPI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിലെ റേഷൻ കടകളുടെ പ്രവർത്തനം സാധനങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം സ്തംഭനാവസ്ഥയിലാണെന്ന് SDPI ചൂണ്ടിക്കാട്ടി. കരാറുകാർക്കും കടഉടമകൾക്കും ഭീമമായ കുടിശ്ശിക വരുത്തിയതിൽ പ്രതിഷേധിച്ച് കടഉടമകളും കരാറുകാരും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന്
SDPI മുനിസിപ്പൽ പ്രസിഡന്റ് TM മുസ്തഫ ആവശ്യപ്പെട്ടു. നികുതി ഭാരം, തൊഴിലില്ലായ്മ തുടങ്ങി പലവിധ പ്രതിസന്ധികൾ നേരിട്ട് ജനം വട്ടം തിരിയുമ്പോൾ റേഷൻ സാധനങ്ങളും ലഭിക്കാത്ത അവസ്ഥ പാവപ്പെട്ട കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്ന് നേതാക്കൾ പറഞ്ഞു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ സമരം ശക്തമാക്കുമെന്നും SDPI വ്യക്തമാക്കി. പ്രതിഷേധ പ്രകടനത്തിന് SDPI മുനിസിപ്പൽ സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങൽ, ട്രഷറർ ഷാഹിദ്, മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രകൃതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ഉതകുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ജില്ലാ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് നൽകുന്ന വനമിത്ര അവാർഡിന് പട്ടാമ്പി വെള്ളേരിമഠം KP മുരളീധരൻ അർഹനായി. വനമന്ത്രി AK ശശീന്ദ്രനാണ് 2024-25 വർഷത്തെ വനമിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 18 വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിൽ സ്ഥിര താമസമാക്കിയ മുരളീധരൻ 2008 മുതൽ പട്ടാമ്പിയിലെ പരിസ്ഥിതി, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിൽ നിറസാന്നിധ്യമാണ്. ഷൊർണൂർ കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന് കൊടിയേറി. തട്ടകത്തിൽ കണതൊട്ട് മുള വരെ നീളുന്ന വിപുലമായ പൂരകാലത്തിനാണ് ഇതോടെ തുടക്കമായത്. രാത്രിയുടെ 3-ാം യാമത്തിൽ നടന്ന ഭക്തിനിർഭരമായ കൊടിയേറ്റ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നൂറുകണക്കിന് ദേശവാസികൾ എത്തിയിരുന്നു. പൂരം കൊടിയേറിയതോടെ തട്ടകത്തമ്മയുടെ കൂത്തുമാടത്തിൽ ശ്രീരാമജനനം മുതൽ പട്ടാഭിഷേകം വരെ 21 ദിവസം നീണ്ടുനിൽക്കുന്ന തോൽപ്പാവക്കൂത്തിന് തുടക്കമായി. വർഷങ്ങളായി ക്ഷേത്രത്തിലെ 1-ാം കൂത്ത് വഴിപാട് നടത്തുന്നത് തമിഴ്നാട്ടുകാരനായ തിരുപ്പൂർ മണിയാണ്. ജനുവരി 30-ാം തീയതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷം നടക്കും. ഫെബ്രുവരി 11-ാം തീയതി കാളവേലയും 12-ാം തീയതി പൂരവും കൊണ്ടാടും. ആഘോഷത്തിന് കൊടിയേറിയതോടെ ക്ഷേത്രവും പരിസരവും ഭക്തി നിർഭരമാണ്. പൂരത്തിന് കൊടിയേറിയതോടെ തട്ടകവാസികൾ ഉത്സവാവേശത്തിലാണ്. കുളത്തിൽ പരമേശ്വരൻ നായർ പ്രസിഡന്റ്, ചീനിക്കത്തൊടി കൃഷ്ണദാസ് സെക്രട്ടറി, അങ്ങാടിക്കൽ ശ്രീനാരായണൻ ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ആഘോഷ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പാലക്കാട്ട് കോട്ടമൈതാനിയിൽ പരേഡ് പരിശീലനം നടന്നു. ജനുവരി 26-ന് രാവിലെ 9 മണിക്ക് പാലക്കാട് കോട്ടമൈതാനത്താണ് പതാക ഉയർത്തൽ ചടങ്ങ്. പരേഡ് പരിശീലനം പാലക്കാട് കോട്ടമൈതാനിയിലുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തുടരുകയാണ്. AR പോലീസ് ക്യാമ്പ്, KAP ലോക്കൽ പോലീസ്, എക്സൈസ് സ്റ്റാഫ്, ഹോം ഗാർഡ്സ്, വാളയാർ ഫോറസ്റ്റ് സ്കൂൾ ട്രെയിനീസ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡന്റ് പോലീസ്, വാളയാർ ഫോറസ്റ്റ് സ്കൂളിലെ വനിതാ കാഡറ്റുമാർ, ജൂനിയർ റെഡ് ക്രോസ്, എയർഫോഴ്സ് അസോസിയേഷൻ എന്നിവർ പരിശീലന പരേഡിൽ അണിനിരന്നു. AR ക്യാമ്പ് കമാൻഡറാണ് പരേഡിന് നേതൃത്വം നൽകുന്നത്. മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയം, കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയം, പാലക്കാട് ഗവൺമെൻറ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാണിക്കമാത കോൺവെൻറ്റ് തുടങ്ങിയ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാസാംസ്കാരിക പരിപാടികളും 26-ന് നടക്കുന്ന റിപ്പബ്ലിക് ദിനാചരണത്തിൻ്റെ ഭാഗമായുണ്ടാകും. റിഹേഴ്സൽ തുടങ്ങുന്ന ദിവസം മുതൽ പന്തൽ സജ്ജീകരിക്കും. ഏകദേശം 600 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പന്തലാണ് ഒരുക്കുന്നത്. സ്വാതന്ത്ര്യ സമരസേനാനികൾ, വാർത്താലേഖകർ, VIP-കൾ എന്നിവർക്ക് പ്രത്യേക ഇരിപ്പിടമൊരുക്കും. റിഹേഴ്സലിന് എത്തിച്ചേരുന്ന വിദ്യാർത്ഥികളെയും NCC കേഡറ്റുകൾ, കേരള ഫോറസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെയും റിഹേഴ്സൽ ദിനത്തിലും പരേഡിനും കോട്ടമൈതാനത്തെത്തിക്കുന്നതിനാവശ്യമായ വാഹന സൗകര്യവും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും. പരേഡും റിഹേഴ്സലും നടക്കുന്ന ദിവസങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനായി മെഡിക്കൽ ടീമിനെയും പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ താൽക്കാലികമായി ലീവ് സറണ്ടർ മാറ്റിവെച്ചപ്പോൾ 32 ദിവസം സമരം ചെയ്ത CPM അനുകൂല യൂണിയനുകൾ 5 വർഷമായി ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടും മിണ്ടാതിരിക്കുന്നത് ജീവനക്കാരോടുള്ള വഞ്ചനയെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ. പാലക്കാട്ട് KGOU ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A തങ്കപ്പൻ. CPM അനുകൂല യൂണിയനുകളിൽ ജീവനക്കാർ ചേരുന്നത്
ഭീഷണിയും സ്ഥലം മാറ്റവും ഭയന്നാണെന്ന് എ തങ്കപ്പൻ ആരോപിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടിൽ UDF മുന്നിൽ വന്നത് ജീവനക്കാർക്ക് സർക്കാരിനോടുള്ള വെറുപ്പിന്റെ സൂചനയാണ്. ജീവനക്കാരുടെ അവകാശങ്ങൾ എക്കാലത്തും സംരക്ഷിച്ചിട്ടുള്ളത് UDF സർക്കാരാണെന്നും എ തങ്കപ്പൻ ചൂണ്ടിക്കാട്ടി. KGOU ജില്ലാ പ്രസിഡന്റ് CK ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ C ചന്ദ്രൻ, KA തുളസി, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, EM ബാബു, TA പത്മകുമാർ, B ഗോപകുമാർ, KA സാദിഖ് അലി, S നൌഷാദ്, R ശിവകുമാർ, K പ്രദീപ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രന്റെയും മക്കളുടെയും കൊലപാതക കേസ് വിചാരണ അട്ടിമറിക്കാനായി സർക്കാർ പുനരന്വേഷണവും തുടരന്വേഷണവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് മനുഷ്യാവകാശ കേന്ദ്രം സെക്രട്ടറി ജോയ് കൈത്താരത്ത്. പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ എത്രമാത്രം ശ്രമിച്ചാലും കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് ശശീന്ദ്രന്റെ സഹോദരൻ ഡോക്ടർ സനൽകുമാറും പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. UDF ഭരണകാലത്താണ് മലബാർ സിമന്റ്സ് ജീവനക്കാരൻ ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് സാക്ഷികളാകേണ്ട മക്കളെയും കൊലപ്പെടുത്തുകയായിരുന്നു. കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് കൊലപാതകമാണെന്ന് വ്യക്തമാക്കിയതോടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി. പിന്നീട് കേസ് അന്വേഷിച്ചവരെല്ലാം കൊലപാതകം ആത്മഹത്യയാണെന്ന് സ്ഥാപിക്കാനും തെളിവ് നശിപ്പിക്കാനുമാണ് ശ്രമിച്ചത്. UDF സർക്കാരിൻ്റെ കാലത്താണ് കൊലപാതകം നടന്നതെങ്കിലും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് LDF സർക്കാരാണ്. അഴിമതി കേസുകളിൽ നിന്നും കൊലപാതക കേസുകളിൽ നിന്നും പ്രതികളെ രക്ഷിക്കാനായി ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ശശീന്ദ്രൻ്റെ കൊലപാതക കേസിലും മലബാർ സിമന്റ്സ് 400 കോടിയുടെ അഴിമതി കേസിലും വിചാരണ നടത്തണമെന്ന കോടതി നിർദ്ദേശം പാലിക്കാതിരിക്കാനും പ്രതികളെ രക്ഷിക്കാനുമാണ് തുടരന്വേഷണവും പുനരന്വേഷണവുമായി സർക്കാർ രംഗത്തു വന്നിരിക്കുന്നത്. മലബാർ സിമന്റ്സിൽ 400 കോടിയുടെ അഴിമതി നടന്നതിൻ്റെ രേഖകളും തെളിവുകളും കൈവശമുള്ളതുകൊണ്ടാണ് ശശീന്ദ്രൻ കൊല്ലപ്പെട്ടത്. കേസിൽ സാക്ഷികളാകേണ്ട മക്കളും ഭാര്യയും ഉൾപ്പെടെ മറ്റു ചിലരും കൊല്ലപ്പെട്ടു. 13 വർഷമായി നടക്കുന്ന കേസിലെ പ്രതികളായ VM രാധാകൃഷ്ണനെയും IAS ഉദ്യോഗസ്ഥരെയും രക്ഷിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമമെന്നും മനുഷ്യാവകാശ കേന്ദ്രം സെക്രട്ടറി ജോയ് കൈത്താരത്ത് ആരോപിച്ചു. എത്ര സമ്മർദ്ദമുണ്ടായാലും കേസിൽ നിന്ന് പിന്മാറില്ലെന്ന് വാർത്താസമ്മേളനത്തിൽ ശശീന്ദ്രന്റെ സഹോദരൻ ഡോക്ടർ സനൽകുമാർ പറഞ്ഞു. മറ്റു പ്രതികളെല്ലാം ഞങ്ങളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 12 വർഷം കേസിന്റെ വിചാരണ നടപടികളിലേക്ക് കടക്കാൻ വിജിലൻസ് കോടതിയെ അനുവദിക്കാതെ ഈ അഴിമതിയുടെ പങ്ക് പറ്റിയ രാഷ്ട്രീയക്കാരായ നേതാക്കന്മാർ ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി തുടരന്വേഷണം, പുനരന്വേഷണം, അതുപോലെ തന്നെ ഡിസ്ചാർജ് പെറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് നിയമത്തിൻ്റെ പഴുതുകളെ ദുരുപയോഗം ചെയ്ത് കേസ് അട്ടിമറിക്കുകയാണ് വിജിലൻസ് കോടതിയിലെ. ഒരു ഘട്ടത്തിൽ ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്രയും ഭീകരമായ അവസ്ഥയിലേക്ക് ഒരു അഴിമതി, കൊടിയ അഴിമതി 2001 കാലഘട്ടങ്ങളിൽ ഈ 400 കോടി രൂപയുടെ അഴിമതി എന്ന് പറയുന്നത് വലിയ അഴിമതിയാണ്. മനുഷ്യാവകാശ പ്രവർത്തകരായ വിളയോടി വേണുഗോപാൽ, ഡേവിഡ് കാഞ്ഞിരത്തിങ്കൽ, PS ദിനേശൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്രിയ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ AKM അലി, അനിത രാമചന്ദ്രൻ, രജനി ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ദിഖ്, ICDS സൂപ്പർവൈസർ റീന, അംഗൻവാടി ടീച്ചർമാർ, വിവിധ വാർഡുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ K രാജീവ്, പ്രധാന അധ്യാപകൻ P ജഗദീഷ്, ഹൈസ്കൂൾ അധ്യാപിക PR രാധാമണി എന്നിവർക്ക് വാണിയംകുളം പൗരാവലിയും വിദ്യാലയവും ചേർന്ന് യാത്രയയപ്പ് നൽകും. സ്നേഹാദരത്തോടനുബന്ധിച്ച് പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 25 വൈകുന്നേരം 5 മണിക്ക് നടക്കുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹാദരത്തിന്റെയും പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം 25 വൈകുന്നേരം 5 മണിക്ക് മന്ത്രി MB രാജേഷ് നിർവഹിക്കും. വാണിയംകുളം പൗരാവലിക്കൊപ്പം PTA, സ്കൂൾ മാനേജ്മെന്റ്, സഹപ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ,
വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ കലാസന്ധ്യയുമൊരുക്കും. ഈ വർഷം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകരായിട്ടുള്ള പ്രിൻസിപ്പൽ ശ്രീ രാജീവ് സാർ, അതുപോലെ തന്നെ പ്രധാന അധ്യാപകനായിട്ടുള്ള ജയദീപ് സാറ്, സ്കൂൾ അധ്യാപിക രാധാമണി ടീച്ചർ, ഈ 3 പേരും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഈ വർഷം റിട്ടയർ ചെയ്തിട്ടുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും രാജീവ് സാറ്, ജയദീപ് സാർ കുറേ വർഷങ്ങളായി, ജയദീപ് സാറ് 2 വർഷങ്ങളായിട്ട് സ്ഥാനത്തുള്ള വ്യക്തിയാണ്. രാജീവ് സാർ ഏകദേശം 18 വർഷത്തോളമായി പ്രിൻസിപ്പളായിട്ട് നിർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് മാണിയംകുളം DRK ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളരെ കുറച്ചു കാലത്തെ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് 98 മുതലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ള വ്യക്തി കൂടിയാണ് ബഹുമാനായ രാജീവ് സാർ എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി തുടങ്ങിയത് മുതൽ ഹയർ സെക്കൻഡറി 2025 ഹയർ സെക്കൻഡറിയെ വിവിധ തലങ്ങളിലേക്ക് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ്. സ്നേഹാദരം ജനറൽ കൺവീനർ വി ഫിറോസ്, വാണിയംകുളം TRK HSS ഡെപ്യൂട്ടി HM MC കലാധരൻ, PTA പ്രസിഡന്റ് CP സതീഷ് കുമാർ, KK മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. വാടാനാംകുറിശ്ശിയിൽ റോഡ് ഉപരോധിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണവും വാടാനാംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണവും ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യം. സമരം വാടാനാംകുറിശ്ശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം നിർമ്മാണം സ്തംഭനാവസ്ഥയിൽ. പ്രതിഷേധ ജ്വാലയുമായി ജനകീയ സമിതി. പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് 4 വർഷം മുമ്പ്. പ്രവൃത്തി ഇന്നും പാതി വഴിയിൽ. റേഷൻ വിതരണത്തിലെ സ്തംഭനാവസ്ഥയാരോപിച്ച് SDPI പ്രതിഷേധം. ഷൊർണൂരിൽ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ പ്രകടനവും പ്രതിഷേധ യോഗവും. എല്ലാ മേഖലയിലും സാധാരണ ജനങ്ങളെ വലയ്ക്കുന്ന സർക്കാർ റേഷൻ വിതരണം പോലും അവതാളത്തിലാക്കിയെന്ന് നേതാക്കൾ. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന് കൊടിയേറി. വിസ്തൃതമായ തട്ടകത്തിൽ കണ തൊട്ട് മുള വരെ നീളുന്ന പൂരക്കാലത്തിന് തുടക്കം. രാവിന്റെ 3ാം യാമത്തിൽ നടന്ന കൊടിയേറ്റ ചടങ്ങിന് സാക്ഷിയായത് 100 കണക്കിന് ഭക്തജനങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.